ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഒരു ഈവനിങ് വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ഈവനിങ് വ്ളോഗ് പ്രൊഡക്റ്റ് ഈവനിങ് വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണലുണ്ട്. അപ്പോൾ മുതൽ ഞാൻ വിചാരിക്കലുണ്ട് ഓക്കെ എൻ്റെ ചാനലിലും ഇങ്ങനൊരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഈവനിങ് വ്ളോഗ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇതുവരെ കഴിഞ്ഞിട്ടില്ലേനു. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് ഒരു ഈവനിങ് വ്ളോഗ് തന്നെ അയക്കോട്ടെ എന്നുള്ളത്. അങ്ങനെ ഞാനൊരു 3:30-4 മണിയൊക്കെ ആയപ്പം ഒരു കോഫിയും അതേപോലെ ബർഗറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എഗ് ബർഗർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മുട്ട പൊരിച്ച് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കിയാറും അതേപോലെ ക്യാരറ്റും കൂടി കട്ട് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് സോസൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ടൊമാറ്റോ സോസും മയോനൈസും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ഈവനിങ് കോഫിയൊന്നും കുടിക്കലൊന്നുമില്ല. പക്ഷേ ഇന്ന് ബർഗറൊക്കെ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ഒരു കോഫി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കോഫിയും ബർഗറും കുടിച്ചിട്ടാട്ടോ ഇന്നത്തെ ഈവനിങ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞാൻ എൻ്റെ ഈ വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ ഡെസ്ക് മേക്ക് ഓവർ എന്ന് പറയാൻ പറ്റുമൊന്നുമില്ല. കാരണം എപ്പോഴും എൻ്റെ വാൾ കളർ വന്നിട്ട് ഒരു പിങ്ക് കളറാണല്ലോ. ടേബിളാണെങ്കിൽ ഞാനൊരു വൈറ്റ് വാൾപേപ്പർ ഒട്ടിച്ചതേനു, അല്ലാണ്ട് ഈ ടേബിൾ ശരിക്കും വൈറ്റ് അല്ല. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാ വീഡിയോയിലും ഈ ഒരു കളർ തന്നെ ടേബിളിൽ വെക്കുന്ന സാധനങ്ങളും സെയിം. അതിനിപ്പോൾ അതിലേക്ക് മാറ്റാൻ സാധനങ്ങളൊന്നും വേറെ സെറ്റ് ആവാത്തതുകൊണ്ട് അതൊക്കെ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ബ്രൗൺ തീമിലോട്ട് ഞാൻ എത്തിപ്പെട്ടു. അതെങ്ങനെ എത്തിപ്പെട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. എനിക്കങ്ങനെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എനിക്ക് പൊതുവേ വൈറ്റ് ടേബിളിനോട് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇതിങ്ങനെ എപ്പോഴും ഒരേപോലെ തന്നെയാണല്ലോ എല്ലാ വീഡിയോയിലും. അതുകൊണ്ടൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ബ്രൗൺ തീമിലോട്ട് എത്തിയത്. ഞാൻ പറഞ്ഞില്ല, എനിക്കങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമായിട്ടൊന്നും ഇല്ല, എങ്കിലും കുഴപ്പം ഇല്ല എന്ന് തോന്നുന്നു. ഞാനൊരു പിൻട്രസ്റ്റ് തീം മോഡ് അതിന് ഉദ്ദേശിച്ചത്. പക്ഷേ കളറൊക്കെ കൂടിയും വേറെ ഏതൊരു മോഡായോ എന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡെസ്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്തതിന് ശേഷം ന്യൂ ആംബിയൻസ് ഒക്കെ ആയല്ലോ, അപ്പോൾ ഒന്ന് പഠിക്കാം എന്നൊരു മൂഡിലോട്ട് വന്നേ. അങ്ങനെ ഞാൻ ഈ ന്യൂ ആംബിയൻസിൽ എൻ്റെ ബാക്കി ഞാൻ ഇന്നലെ കുറച്ച് പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി എനിക്ക് കുറച്ചും കൂടി പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് ആദ്യം തന്നെ നോട്ട് ചെയ്ത് ആ നോട്ടൊക്കെ എഴുതിയിട്ട് വേഗം പഠിക്കാൻ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് പഠിക്കാൻ ത്വര വരുന്ന സമയത്ത് വേഗം ഇരുന്ന് പഠിക്കാം. എനിക്കിങ്ങനെ ടേബിളൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം എനിക്ക് പഠിക്കാനൊരു ത്വര കൂടുതലാണ്. ഇന്നതേമാതിരി ജസ്റ്റ് ഒരു ചെറിയ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞാണല്ലോ. അപ്പം ആ ഒരു മോഡിൽ എനിക്ക് നല്ലോണം പഠിക്കാനൊരു ത്വര വന്നപ്പം ഞാൻ വേഗം പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാട്ടോ. അങ്ങനെ എനിക്കാണെങ്കിൽ പിന്നെ കുറേ നേരം ഇരുന്ന് പഠിക്കാനുള്ളൊരു കഴിവില്ലാത്തതുകൊണ്ട് ഞാനൊരു 2 മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ കുറേ നേരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ, അതേപോലെ ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ട് നിൽക്കണം, അങ്ങനെ എന്തൊക്കെയോ ഒരു വിചിത്രമായ സ്വഭാവമായതുകൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ പിന്നെ ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുറച്ച് മുന്നല്ലേ ബർഗറും ചായയും കുടിച്ചത്. അല്ല ഗൈസ്, ഞാൻ ബർഗറും ചായയും കുറച്ച് മുന്നേനു കഴിച്ചത്. കഴിഞ്ഞിട്ട് പിന്നെ ഡെസ്ക് മേക്ക് ഓവറൊക്കെ കഴിഞ്ഞ് പിന്നെ പഠിക്കാനുള്ള ത്വര കയറി പഠിക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ലൈറ്റായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ കഴിച്ചതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അതിൻ്റെ ബാക്കി കുറച്ചും കൂടി എഴുതാനും അതേപോലെ ഒന്ന് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഈ ത്വര വരുന്ന ടൈമിലാണല്ലോ നമ്മൾ മാക്സിമം കവർ ചെയ്യേണ്ടത്. അങ്ങനെ ആ ടൈമിൽ ഞാൻ മാക്സിമം എനിക്ക് പഠിക്കാനുള്ളതൊക്കെ കുറേയൊക്കെ ഇരുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എഴുതാനുള്ളതൊക്കെ വേഗം എഴുതി, അല്ലാത്തതൊക്കെ ഞാനിങ്ങനെ നോക്കി പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ മോൻ ഉറങ്ങുന്ന ടൈമിലാണല്ലോ ഇങ്ങനെ പഠിക്കാനൊക്കെ പറ്റുക. അപ്പം ഓൻ ഉറങ്ങുന്ന നേരത്തെ ഞാൻ മാക്സിമം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യൽ. മറ്റേ ഓൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഇടയിലൊക്കെ ഓനുണ്ടാവും.
അങ്ങനെ ഞാൻ ജസ്റ്റിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് എന്തൊക്കെയോ ഇരുന്ന് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ത്യയിൽ ഞാൻ കുറച്ച് അയക്കുന്നു കേട്ടോ ഈ കളർ വാങ്ങിയിട്ട്, ഐ മീൻ വാട്ടർ കളർ. അതായത് എൻ്റെ വീടിൻ്റെ കുറച്ച് അപ്പുറത്ത് ഒരു ഷോപ്പുണ്ട് 5 റിയാലിൻ്റെ. അവിടെ ഞാൻ എന്ത് വാങ്ങിയാലും ഫ്ലോപ്പ് ആവലാണ്. അപ്പം പക്ഷെ ഞാൻ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങൽ കേട്ടോ. ഞാൻ എത്ര ഫ്ലോപ്പ് ആയാലും എന്നോട് ഹസ്ബൻഡ് പറയും നമുക്ക് വേറെ എവിടെ നിന്നെങ്കിലും വാങ്ങാമെന്നൊക്കെ. പക്ഷേ എനിക്ക് വേണ്ട, 5 റിയാലിൻ്റെ അവിടെ നിന്ന് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് വലിയ ടോപ്പാക്കി വാങ്ങുന്ന. ഞാൻ അവിടെ നിന്ന് വാങ്ങിയെടുത്തോളം ഞാൻ അവിടെ നിന്ന് സ്കെച്ചും ഓയിൽ പേസ്റ്റും അങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒക്കെ ഫ്ലോപ്പ് ആയിട്ടുള്ളൂ. പക്ഷേ ഇത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു മാർക്കേഴ്സോ അങ്ങനെ എന്തോ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ അടിപൊളിയാണ് കേട്ടോ. ഇതില്ലേ ഞാനൊരു പാസ്റ്റൽ കളേഴ്സിൽ വരുന്ന വാട്ടർ കളേഴ്സ് ഞാൻ കുറേ ആയിട്ടോ നോക്കുന്നത്. അപ്പം ഇത് കണ്ടപ്പം ഞാൻ ഇത് നന്നാവോ ഇല്ലേ എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ച് 5 റിയാലല്ലേ ഉള്ളൂ, കുഴപ്പമില്ല എന്ന രീതിക്ക് വാങ്ങിയതാണ്. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. എല്ലാ കളേഴ്സും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ കളേഴ്സും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി ഷെയ്ഡിലാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാനുണ്ടായിരുന്നു. ഐ മീൻ വീട്ടിലേക്കുള്ള കുറച്ച് പച്ചക്കറി എക്സെട്ര ഒക്കെ വാങ്ങാൻ തന്നെ ഉള്ളായിരുന്നു. അപ്പം അതിൻ്റെ മുന്നേറ്റ് പോകാൻ നേരം ഇങ്ങനെ കുളിക്കണ്ടല്ലോ. ഒന്നാമത് ഞാൻ കുളിച്ചിട്ടില്ലായിരുന്നു. ഈവനിങ് കുളിക്കുക എന്നൊരു മൈൻഡിൽ തന്നെയായിരുന്നു ഞാൻ രാവിലെ മുതലേ. അങ്ങനെ പോകാനുള്ളതല്ലേ, ആ ടൈമിൽ കുളിച്ച് പോകാമെന്നുള്ള മൈൻഡായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായി അതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ പരിപാടിയിലോട്ട് നീങ്ങാമെന്ന് കരുതി. ഇതൊക്കെ ഉണ്ടോ ഞാൻ സ്കിൻ കെയർ ചെയ്യൽ, ഞാൻ ആദ്യമൊന്നും അങ്ങനെ ചെയ്യലൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് എൻ്റെതാണെങ്കിൽ നല്ല ഡ്രൈ സ്കിന്നുമാണ്. അപ്പം തീരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. നല്ല എന്താ പറയുക, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ മുഖമൊക്കെ ഒരു തോല് ഇങ്ങനെ എന്താ പറയുക ഉരിഞ്ഞു വരുമല്ലോ, അതേപോലെ അയക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ സ്കിൻ കെയറും കൂടി ചെയ്തിട്ടില്ലെങ്കിൽ നല്ല അടിപൊളിയാവും വിചാരിച്ചിട്ട് ഞാൻ പതിവ് അങ്ങനെ ചെയ്യലുണ്ട്. ഈ ടൈമിലൊന്നും അങ്ങനെ സൺസ്ക്രീൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം സണ്ണൊക്കെ ഓൾറെഡി ഡെഡായി കൊണ്ട് നിൽക്കുകയാണ്. അതായത് സൺസെറ്റൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും വേണ്ടിയില്ല, പുറത്തേക്കൊക്കെ ഇറങ്ങല്ലേ. അത് എഴുതിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസറും അതേപോലെ സൺസ്ക്രീനും സിറവും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലോഷനും ആസ് യൂഷ്വൽ റോസ്മേരി വാട്ടറില്ലേ അതും തലയിലിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമൻറ്റ് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട് എന്നുള്ളത്. എനിക്കങ്ങനെ കാര്യമായ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇനി മേ ബി ഞാനിപ്പം ഒരു 2 ആഴ്ച 3 ആഴ്ച എന്തോ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കങ്ങനെ കാര്യമായ റിസൾട്ട് എന്ന് പറയാൻ മാത്രമൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും നോക്കാം, ഒരു മാസമൊക്കെ ഒന്ന് നോക്കിയിട്ട് ബാക്കി പറയാം എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഞാൻ പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ ഇക്കക ഉണ്ടാക്കിയതേനു കേട്ടോ. ഇക്കക പണി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളിങ്ങനെ പോകാൻ നിൽക്കുകയാണല്ലോ. അപ്പം ഇങ്ങനെ നൂഡിൽസ് എന്തെങ്കിലും ഉണ്ടാക്കുകയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആൾക്കുണ്ടാക്കിയതാണ്. ആൾക്കുണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പിന്നെ എനിക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസൊക്കെ. അങ്ങനെ നൂഡിൽസൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഒരു ഔട്ട്ഫിറ്റായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ പുറത്ത് നല്ല തണുപ്പാണെന്ന്. അപ്പം രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ പോകുന്നത് ഈവനിങ് ആണെങ്കിലും വരുമ്പോഴത്തേന് എന്തായാലും അത് രാത്രിയാവും. അപ്പം എനിക്ക് തീരെ സഹിക്കാനില്ല. അപ്പം അത്യാവശ്യം കുറച്ച് നല്ല സ്വെറ്ററായിട്ടുള്ള ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്കേർട്ടും ടോപ്പും ഇടാമെന്ന് കരുതിയത് കേട്ടോ. ഞാനാണെങ്കിൽ ഈ ടോപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് ഞാൻ ഇവിടേക്ക് വരുന്ന ടൈമിൽ വാങ്ങിയതേനും ഈ ടോപ്പ്. പക്ഷേ ഇതുവരെ ഞാനിത് ഇട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് ഇതന്നെ ആയിക്കോട്ടെ. പിന്നെ അതിലേക്ക് ഞാനൊരു ബ്ലാക്ക് ബാഗും അതേപോലെ ഈ ഒരു ബ്രൗൺ വാച്ചും കൂടെ കേട്ടോ പെയർ ചെയ്യുന്ന. പിന്നെ ഞാൻ കുറച്ച് മേക്കപ്പ് പരിപാടി ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാനങ്ങനെ മേക്കപ്പ് ലവറൊന്നുമല്ല, പക്ഷേ എനിക്കിങ്ങനെ ചെയ്ത് കൊടുക്കാനും ചെയ്യാനും എനിക്കിഷ്ടമാണ്. അങ്ങനെ ഞാൻ ഈ PSൻ്റെ ഒരു ഫൗണ്ടേഷനും അതേപോലെ റെവല്യൂഷൻ്റെ ഒരു ഐ ഷാഡോയും പിന്നെ ജസ്റ്റ് കണ്ണിൽ ഞാനൊരു കൺമഷി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാക്മിൻ്റെ ഒരു